എൻ്റെ പേര് ഗോപൻ. ഞാൻ ഈ സ്കൂളിൽ 2007 മുതൽ 2007 സർവീസിൽ പ്രവേശിച്ച ഒരാളാണ്. ഇപ്പോൾ അതിൽ ആദ്യകാലങ്ങളിൽ 6-7 ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസ് ആണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ 6-7 ക്ലാസ്സുകളിൽ മലയാളമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഐച്ഛിക വിഷയം മലയാളമാണ്. അപ്പോൾ BA-യും B.Ed, MA ഇതെല്ലാം മലയാളം തന്നെയാണ്. ഇതിൽ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സുനിത ടീച്ചർ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. എനിക്ക് അതിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, ഈ മലയാളം എന്ന് പറയുമ്പോൾ എല്ലാ ഈ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ പേരെയും ഉൾക്കൊള്ളുന്നതും എന്നാൽ എല്ലാത്തരം സമ്മിശ്രമായിട്ടുള്ള പിന്നെ സാംസ്കാരിക പശ്ചാത്തലത്തെയും അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഭാഷ എന്ന നിലയിലാണ് മലയാളത്തെ നോക്കിക്കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആദിവാസി ഗോത്ര ഭാഷകൾ, അത് ആ ഗോത്ര സംസ്കാരം, ഗോത്രഭാഷ നിലനിർത്തണം എന്നുള്ള ആവശ്യം അവരുടെ ആ ജനതയ്ക്കിടയിൽ തന്നെ ശക്തമാണ്. പക്ഷെ അങ്ങനെ നിലനിർത്തി പോരുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഗോത്രഭാഷയിൽ ലിപി ഇല്ലെങ്കിൽ പോലും അവരുടെ ഗോത്രഭാഷയിൽ തന്നെ പലതും പഠിപ്പിക്കുന്ന ഒരു രീതി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവ പരിസരത്ത് നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം ആവുമ്പോൾ അതിൽ നിന്ന്, അതായത് അവരുടെ അനുഭവ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പിന്നീട് നമ്മുടെ ഈ സാധാരണ, അതായത് മാനക ഭാഷയിലേക്ക് അവരുടെ പഠനം എത്തുകയാണെങ്കിൽ അവർക്കത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവരുടെ പഠനം അവരുടെ പിന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അത് കാരണമാകും. പക്ഷെ നമ്മളെ ഈ ഒരു പൊഴിയൂർ മേഖലയിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം, പ്രാദേശിക ഭാഷയെ പരമാവധി അവർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ ഇംഗ്ലീഷ് ജ്വരം കടന്നു കയറിയതോടുകൂടി മലയാള ഭാഷയെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതി പൊതുവെ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതേപോലെ തന്നെ അവരുടെ പ്രാദേശിക ഭാഷ അതിന് സ്വാഭാവിക മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഉണ്ടാവുന്നൊരു ദോഷം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മാനക ഭാഷയില്ല, പ്രാദേശിക ഭാഷയും ഇല്ലാത്തൊരവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ ഒരു തനത് സംസ്കാരം ഇവർക്ക് പൊതുവെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രാദേശിക ഭാഷയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്യുവറായിട്ടുള്ള, അതായത് നമ്മുടെ ശുദ്ധം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും മാനക ഭാഷയായിട്ടുള്ള മലയാളത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാതൃഭാഷ, അതായത് അച്ഛനമ്മമാർ സംസാരിക്കുന്ന ഭാഷയിൽ കുട്ടി നേഴ്സറി വരെ പോവുകയും പിന്നീടും വീട്ടിലെത്തുമ്പോൾ അവർ ഈ പ്രാദേശിക ഭാഷയിൽ തന്നെ സംസാരിക്കുകയും അതേസമയം സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ മലയാളത്തിലേക്ക് പറിച്ചു നടപ്പെടുകയും ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഇത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് പോകാനുള്ള പ്രയാസം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, പൊതുവിൽ ഈ സാഹിത്യ ഭാഷ, അല്ലെങ്കിൽ നമ്മൾ മാനക ഭാഷയായി സംസാരിക്കുന്ന പലതും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടിയുടെ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം, അധ്യാപകർ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ കുട്ടിയുടെ ആ നാട്ടിലെ പ്രാദേശിക ഭാഷയിലൂടെ മാത്രമേ പൊതുഭാഷയിലേക്ക് അവൻ്റെ അവൻ്റെ ഈ എഴുത്താണെങ്കിലും ശരി, അവൻ്റെ വർത്തമാനത്തെ ആണെങ്കിൽ ശരി വികസിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഇത്തരം നമ്മളെ രക്ഷകർത്താക്കളൊക്കെ പലരും എന്ന് പറയാറുണ്ട്, ഇവർ തുറ ഭാഷ സംസാരിക്കുന്നു. ഇപ്പൊ തുറ ഭാഷ നിർത്തലാക്കണം, അധ്യാപകർ ഇത് മുൻകൈ എടുക്കണം, തുറ ഭാഷ മോശമാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പൊ ഭാഷ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഈ തുറ ഭാഷ എന്ന് പറയുന്നത് മോശം ഭാഷയല്ല, അവരുടെ അച്ഛനമ്മമാർക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഭാഷയാണ് ഈ പറഞ്ഞ തുറയിൽ സംസാരിക്കുന്ന ഭാഷ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുകയും വേണം. ആ ഭാഷ അധ്യാപകരും പഠിച്ചിരിക്കണം. അതനുസരിച്ച് പഠിപ്പിച്ച് മലയാള ഭാഷ മുന്നോട്ട് നയിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഒരു തീരദേശ മേഖല ഇപ്പോൾ വിദ്യാഭ്യാസ പുരോഗതി ആർജിച്ചു വരുന്നു. എന്നുവെച്ചാൽ വിദ്യാഭ്യാസം മുന്നോക്കമല്ല,
എന്നാൽ ഇപ്പോൾ പിന്നാക്ക അവസ്ഥയും അല്ല. അപ്പോൾ അവര് നമ്മളെ ഒരു വിദ്യാഭ്യാസ വികസ്വര നാടാണിത്. ഇപ്പോൾ വിദ്യാഭ്യാസ വികസിത നാടായി മാറണമെങ്കിൽ ഈ പല ഘടകങ്ങളും ഉണ്ട്. സുനിത ടീച്ചർ അത് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. മറിച്ച് നമുക്കിപ്പോൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട് ചാരായം വാറ്റിയിരുന്ന ഒരു നാടാണ്. അപ്പോൾ അന്നത്തെ കുട്ടികൾ വരെ മദ്യപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് ഏറെക്കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മദ്യപാനമൊന്നും ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊന്നും പൊതുവിലില്ല. അത് മാത്രമല്ല, മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഈ മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ അങ്ങനെ വരാറില്ല. കുട്ടികൾ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ചാകരയൊക്കെ വന്നാൽ പിന്നെ ആ കുട്ടിയെ സ്കൂളിൽ നോക്കണ്ട. അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ വലിയ മാറ്റമുണ്ട്. ഇപ്പൊ വരുന്ന കുട്ടി വൈകുന്നേരം വരെയും ക്ലാസ്സിലിരിക്കും. എങ്കിൽ പോലും സുനിത ടീച്ചർ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൊണ്ട് രക്ഷകർത്താക്കളുടെ സപ്പോർട്ട് വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. രക്ഷകർത്താക്കള് വിദ്യാഭ്യാസം നേടുന്ന മുറയ്ക്ക് കാരണം രക്ഷകർത്താക്കളൊക്കെ ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ഭാവിയിൽ രക്ഷകർത്താക്കളാകുന്ന ഘട്ടങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുവരെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ പതുക്കെ മാറി വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വളരെ നല്ല എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരോടും നന്നായി അടുക്കുന്ന ഒരു പ്രകൃതക്കാരാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ മാതാപിതാക്കളും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ അവര് നല്ല സ്നേഹമുള്ളവരും അതുപോലെ കുട്ടികളും വളരെ സ്നേഹമുള്ളവരാണ്. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. നമ്മുടെ ഈ നാട്ടിന് പുറത്തുള്ള ജാടയൊന്നും നഗരപ്രദേശങ്ങളിലുള്ള ജാടയൊന്നും നമ്മുടെ കുട്ടിക്കില്ല. അപ്പൊ അങ്ങനെ കുട്ടിക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യം? നമ്മുടെ മാതാപിതാക്കൾക്കും അതില്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ സാംസ്കാരികമായി വളരെ എളിമെന്ന് പറയാൻ പറ്റില്ല, സാംസ്കാരികമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു ഇതാണ്. പിന്നെ നമ്മൾ സംസ്കാരം എന്നുള്ളത് പലതരത്തിലാണ് വിവക്ഷിക്കുന്നത്. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. കുട്ടികൾ അവരുടെ സ്വഭാവം, പിന്നെ കുട്ടികൾ നല്ല എന്താ പറയുക, നല്ല സജീവതയുള്ള കുട്ടികളാണ് നമ്മുടെ ഈ മത്സ്യമേഖലയിലുള്ള കുട്ടികൾ. ഇനി ഇവിടുത്തെ കാലാവസ്ഥ, ഇപ്പൊ ചൂട്, നമുക്ക് കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് താങ്ങാൻ കഴിയില്ല, നമുക്ക് ഈ ചൂടൊന്നും താങ്ങാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ നല്ല വെയിലത്തും നന്നായി കളിക്കുന്ന കുട്ടികളാണ്, നന്നായി വ്യായാമം ചെയ്യുന്ന കുട്ടികളാണ്. പിന്നെ അങ്ങനെ വ്യായാമം ചെയ്യുന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യമായി ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രകൃതിദത്തമായ കഴിവ് മറ്റുള്ളവരെക്കാൾ അധികം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.